പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് ഇന്നലെ 11 മണിയോടെ ഇ ഡി സംഘം എത്തിയത്. വീടിനകത്ത് കയറാതെയായിരുന്നു പരിശോധന നടത്തിയത്. പാതിരിയോട് വില്ലേജ് ഓഫീസറെ ഒപ്പം കൂട്ടിയാണ് വീട്ടിലെത്തിയത്. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, ഏത് രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് ഇ ഡി മുതിർന്നത് എന്നുള്ളതാണ് നമുക്കറിയാം. ഒരു ഭാഗത്ത് ഈ ബിനാമി സ്വത്തുക്കളുടെയൊക്കെ മൂല്യനിർണ്ണയം ഇ ഡി നടത്തുന്നുണ്ട്. അതിനനുബന്ധമായി തന്നെ ഇന്നലെ കണ്ണൂരിലെ വീട്ടിൽ വീണ്ടും പരിശോധന നടത്തുമ്പോൾ എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇ ഡി കേസ് അവർ എപ്പോഴും കൃത്യമായ അത് അന്വേഷണം നടക്കുന്നുവെന്ന് ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ഇന്നലെ ഈ ഇ ഡി സംഘം പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലെത്തി പരിശോധന നടത്തിയെന്നുള്ള വിവരം പുറത്തു വരുന്നത്. പിണറായി പാണ്ഡ്യാലമുക്കിലെ വീട്ടിലാണ് ഇന്നലെ ഇ ഡി എത്തിയത്. ഇന്നലെ 11 മണിയോടുകൂടി എത്തിയ സംഘം വീടിന്റെ ചുറ്റുഭാഗമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. മാത്രമല്ല, പാതിരിയാട് വില്ലേജ് ഓഫീസറിൽ നിന്ന് ഇ ഡി സംഘം ഈ വീടുമായി ബന്ധപ്പെട്ട വിവരങ്ങളടക്കം ചോദിച്ചറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസറെ ഒപ്പം കൂട്ടിയാണ് അവർ പിന്നീട് ഈ ഒരു വീട്ടിലേക്ക് എത്തുകയും ചെയ്തത്. വീടിനകത്ത് കയറാതെ പുറത്തു നിന്ന് പരിശോധന നടത്തിയ ശേഷം വീടിന്റെ സ്കെച്ച് പ്ലാൻ സംബന്ധിച്ച വിവരങ്ങളൊക്കെ തന്നെ അന്വേഷിക്കുകയും ചെയ്തു. ഇ ഡി സംഘം ഇപ്പോഴും കണ്ണൂരിൽ തുടരുന്നു എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നത്. അതാണ് സൂചന. അതായത് അവിടെ അവർക്ക് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ണൂരിൽ തുടരുന്നുണ്ടെന്നൊരു വിവരം കൂടി പുറത്ത് വരുന്നുണ്ട്. അതായത് ഈ അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത വരികയുള്ളൂ. അതിന് വിശദമായ അന്വേഷണം ഇ ഡി ഇപ്പോഴും തുടരുന്നു എന്നതിന്റെ സൂചന തന്നെയായി വേണം ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയന്റെ കണ്ണൂർ പിണറായിയുടെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലും വ്യക്തമാകുന്നത്. അതെ, ശരി മിഥുൻ. എന്തായാലും ഒരു കൃത്യമായ അന്വേഷണം തന്നെയാണ് ഇ ഡിയുടെ കുടുംബം ഒന്നടങ്കം ഇപ്പോൾ ഇ ഡിയുടെ റഡാറിലാണ്. അതെ 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 കാരണം തെളിവുകൾ പരമാവധി ശേഖരിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിലാണ് ഈ പണമിടപാടുകൾ നടന്നത് എന്നൊക്കെയുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഒന്നും കാണാതെ ഇ ഡി വീണ്ടും അവിടേക്ക് പോകില്ല എന്നുള്ളത് തന്നെയാണ്.